ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്ക ഭാഗത്ത് നമ്മൾ കാണുന്നത് നമ്മൾ തരകൻ എസ് ഐ കുറച്ച് പോലീസുകാരെയും കൊണ്ടുവന്ന് കുറച്ച് വേലത്തരങ്ങളൊക്കെ ഒപ്പിക്കാനായിട്ട് പോവുകയാണ്. പദ്മ എവിടെ എന്ന് ചോദിച്ചിട്ടാണ്. പദ്മേനെ ഒളിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അഞ്ജലിയാണെന്ന് പറഞ്ഞിട്ടാണ് തരകൻ ഈ പണി ഒപ്പിക്കുന്നത്. ഈ പണിക്ക് പിന്നിൽ ആരാണെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അത് കുറുപ്പാണ്. കുറുപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജലിക്ക് ഒരു 8ൻ്റെ പണി ഞാൻ കൊടുക്കുമെന്ന്. എന്താണെങ്കിലും കുറുപ്പിൻ്റെ പണി ഏൽക്കാനായിട്ട് പോകുന്നില്ല. എന്താണെങ്കിലും ആ പണി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുറച്ച് പോലീസുകാരൊക്കെ വന്ന് അകത്ത് കയറി തപ്പുകയാണ്. അവളെ വല്ല ബാത്റൂമിലൊക്കെ ആയിരിക്കും അവർ ഒളിപ്പിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ കയറി നോക്കണമെന്ന് പറയും. അങ്ങനെ വനിതാ പോലീസുകാരൊക്കെയാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി നോക്കും. കയറുന്ന വഴി പോലീസുകാർ കയറുമ്പോൾ അവിടെ ആരി ഇരിപ്പുണ്ട്. ആരിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന്. ആരിയോട് ചോദിക്കും, പദ്മ എവിടെയാടി അവളെ ഒളിപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ ആരി പറയും, എനിക്കറിയില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. അങ്ങനെ അവിടെ ആകെ സീനായിട്ട് പോലീസുകാർ ഇറങ്ങി നടക്കുന്ന ഒരു സമയത്ത് തന്നെ ശിവരാമൻ ചേട്ടൻ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ശിവരാമൻ ചേട്ടനായിട്ട് ഒരു പോട്ടിയാണ് ഈ തരകൻ എസ് ഐയും ശിവരാമൻ ചേട്ടനും. അപ്പോൾ ശിവരാമൻ ചോദിക്കും, എടോ താൻ എന്ത് ഉണ്ടാക്കാനായിട്ടാണ് ഓരോരോ കേസുകളായിട്ട് ഇങ്ങോട്ട് വരുന്നത്? താൻ മുമ്പ് പലവട്ടം ഇവിടെ വന്നിട്ട് താൻ നാണം കിട്ടി തിരിച്ചു പോവുകയല്ലേടോ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ എസ് ഐ തരകന് കുരുവട്ടും. എസ് ഐ തരകൻ പറയും, എടോ താൻ കൂടുതൽ വലിയ ഡയലോഗൊന്നും പറയണ്ട, ഇത് ഒരു കേസിന് വേണ്ടി വന്നതാണ്, എനിക്കൊരു പരാതി കിട്ടി അതുകൊണ്ട് വന്നതാണ്. താൻ കൂടുതൽ ഡയലോഗ് വിടല്ലേ. താൻ കൂടുതൽ ഡയലോഗ് പറഞ്ഞ് തന്നെടുത്ത് ലോക്കപ്പിലിടാൻ എനിക്കറിയാം. എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ താൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജാമ്യമില്ല വകുപ്പ് പ്രകാരം തന്നെ പിടിച്ച് അകത്തിടും. അതുകൊണ്ട് കൂടുതൽ എന്നോട് കളിക്കല്ലേ എന്ന് പറയും. ഈ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലിക്കുട്ടി അവിടെ എത്തും. അഞ്ജലിക്കുട്ടി പിന്നെ അറിയാമല്ലോ, വേണ്ട രീതിയിൽ തരകനെ കൈകാര്യം ചെയ്യും. തരകനോട് പറയും, താൻ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, താൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയല്ല. ഇവിടെ CCTV ഒക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട്, ഡിജിറ്റൽ തെളിവുകൾക്ക് വേണ്ടിയിട്ട് അകത്തും പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് താൻ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ടെന്ന് പറയും. അപ്പോൾ തരകൻ പറയും, എനിക്കൊരു സ്ത്രീയാണ് പരാതി തന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിത് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ അഞ്ജലിയും നമ്മുടെ ശ്യാമളാമ്മയും ആരും എല്ലാവരും ഞെട്ടും, ആരാണ് ആ പരാതി കൊടുത്തിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വേറെ ആരുമല്ല കൊടുത്തിരിക്കുന്നത്, നമ്മുടെ പത്മകുട്ടിയുടെ ആകെ ഒരു ബന്ധു എന്ന് പറയുന്ന ആ കുഞ്ഞമ്മയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒരിക്കലും കുഞ്ഞമ്മ അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല, നമുക്ക് അപ്പം തന്നെ അറിയാം. അങ്ങനെ കുഞ്ഞമ്മ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരികയാണ്. എൻ്റെ പത്മമോളെ കിട്ടും, അവൾ എവിടെയാണുള്ളതെന്നൊക്കെ പറയും. അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട്, അമ്മേ അവൾ ഒളിപ്പിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ശ്യാമളാമ്മ പറയും, അമ്മേ അഞ്ജലിക്കും ആര്യക്കൊക്കെ അവൾ സ്വന്തം പെങ്ങളെ പോലെ കൂടപ്പിറപ്പ് പോലെ, ഞങ്ങൾ അതുപോലെയാണ് അമ്മയെ അവളെ നോക്കാറുള്ളത്. അമ്മയും ഞങ്ങളിന്ന് വിശ്വസിക്കുക, അവൾ ഇവിടെയില്ല, നമുക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാമെന്ന് പറയും. അപ്പോഴും കുഞ്ഞമ്മ കിടന്ന് കരയാണ് കേട്ടോ. കുഞ്ഞമ്മ പറയുന്നുണ്ട്, എനിക്കറിയില്ല, അവൾ എവിടെ പോയെന്ന് അറിയില്ല, എനിക്ക് അവളെ കാണണം, എനിക്ക് അവളെ കണ്ടുപിടിക്കണം. ഇവരെന്തൊക്കെയോ പേപ്പറിൽ എന്നെക്കൊണ്ട് ഒപ്പിടിച്ചു, ഇതാണ് സംഭവിച്ചതെന്ന് പറയും. അപ്പോൾ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ അഞ്ജലിക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇത് തരകൻ്റെ പണിയാണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ പോലീസുകാർ ആ ഒരു സമയത്ത് അകത്തെല്ലാം തപ്പി നോക്കും, ഒന്നും തന്നെ കിട്ടില്ല. നമുക്കറിയാലോ. അവർ വന്നിട്ട് പറയും, സാറേ ഇത് ഫേക്ക് ആയിട്ടുള്ള എന്തൊരു സംഭവമാണ്, എങ്ങനെ ഒരു പദ്മ ഇവിടെ ഇല്ല സാറേ എന്ന് പറയും. അപ്പോൾ തരകൻ പറയും, ആ ന്യൂസ് ഫേക്കാണോ അല്ലയോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം, താൻ കൂടുതൽ അന്വേഷിക്കാനായിട്ട് നിൽക്കണ്ട. അങ്ങനെ തരകനാകെ നാണം കെട്ട് തിരിച്ചു പോകുന്നൊരു സീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ തരകൻ പോയി കഴിയുമ്പോൾ അപ്പോഴും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തരകൻ SIയുടെ ജീപ്പിലാണ് കുഞ്ഞമ്മയെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ തിരിച്ചു പോയപ്പോൾ തരകൻ SI കുഞ്ഞമ്മയെ കൊണ്ടുപോയതുമില്ല. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, തരകൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് അയാൾ കാട്ടുക തന്നെ ചെയ്തു. അപ്പോൾ അയാൾ തിരിച്ചു പോയി കഴിയുമ്പോൾ കുഞ്ഞമ്മ ഇങ്ങനെ ഒറ്റയ്ക്കാവുന്നൊരു സീൻ വരികയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജലിക്കുട്ടി കൈ പിടിച്ചിട്ട് പറയും, അമ്മ ഇപ്പോൾ കണ്ടില്ലേ, ഇവരൊക്കെ നമ്മുടെ പദ്മയെ കൊല്ലിക്കാനൊക്കെ കൂട്ടുനിന്ന ആളുകളാണ്. ഞങ്ങൾ പറയുന്ന അമ്മ ഒന്ന് വിശ്വസിക്കണം, നമുക്ക് എങ്ങനെയെങ്കിലും പദ്മയെ കണ്ടെത്താമെന്ന് പറയും. അപ്പോൾ അഞ്ജലിയുടെ കൈ പിടിച്ച് നമ്മുടെ കുഞ്ഞമ്മ പൊട്ടി കരയുന്നൊരു സീന്. ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം വന്ന സീന് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന് എന്ന് പറയുന്നത് ശംഖചക്രത്തിലാണ്. അനുപമ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തിറങ്ങി നടക്കുകയാണ്, ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കേണ്ടതുണ്ട്, അത് പൂർണ്ണമായും തെളിയിക്കേണ്ടതുണ്ട്, അത് പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് എന്താണ് ഒരു പോംവഴി എന്നാലോചിച്ച് അനുപമ ഇങ്ങനെ തേരാപ്പാര കീ കൊടുത്ത പാവ പോലെ നടക്കുകയാണ്. ഈ ഒരു സമയം അർജുനെ കാത്തിരിക്കുകയായിരുന്നു അനുപമ എന്ന് പറയേണ്ടി വരും. നമ്മുടെ അർജുൻ വന്നിറങ്ങുമ്പോൾ തന്നെ പതുക്കെ ചൊറിച്ചിൽ തുടങ്ങിയാണ് അനുപമയ്ക്ക്. അനുപമ ഓരോന്ന് പറഞ്ഞു തുടങ്ങി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയും.
അർജുനാകെ കുരുപൊട്ടി നിൽക്കുകയാണ്. അർജുൻ പറയും, എന്താണ് ചേച്ചി പറയാനുള്ളത്? അന്നത്തെ പോലെ ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അമ്പലത്തിൽ വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാനാണോ? ഞാൻ ഒരുങ്ങി വരണോ? മനവാളച്ചെറുക്കനായിട്ട് ഞാൻ ഒരുങ്ങി വരണോ? ഇങ്ങനെയൊക്കെ നമ്മുടെ അർജുനും ആ കലിപ്പിൽ ചോദിക്കും. അപ്പോൾ അനുപമ പറയും, എടാ നീ അങ്ങനെയൊന്നും പറയണ്ട അർജുനെ, ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ സംഭവിച്ചു, എനിക്ക് വേറെ വഴികളില്ലായിരുന്നു, അത് ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ. അതൊന്നുമല്ല, വേറൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ നിന്നോട് ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞത്. അർജുൻ ചോദിക്കും, എന്താണെങ്കിലും ചോദിക്കും, എന്താ കാര്യം? അപ്പോൾ അനുപമ പറയും, നീ അന്ന് കാവ്യയുടെ കഴുത്തിൽ വിവാഹം കഴിക്കാതെ അന്ന് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലോ, ശരിക്കും അത് തന്നെയാണോ കാര്യം? അല്ലാതെ നിനക്ക് അതല്ലല്ലോ, നിനക്ക് വേറൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ടല്ലേ നീ അന്ന് അങ്ങനെ പോയത്? ഇത് കേൾക്കുമ്പോൾ അർജുന് ചെറിയ ഞെട്ടലുണ്ടാകും. എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഫീല് അനുപമയുടെ വാക്കുകളിലുണ്ട്. അപ്പോൾ അർജുന് എന്തൊക്കെയോ ഒരു ഡൗട്ട് ആ ഒരു സമയത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർജുൻ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അടിക്കുന്ന അർജുൻ അവസാനം പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വേണ്ടി ചേച്ചി നിൽക്കേണ്ട, ചേച്ചിയുടെ കാര്യം നോക്കുക, എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണലാണ്, അത് സീക്രട്ടുകളാണ്, അതങ്ങനെ നിന്നോട്ടെ, കൂടുതൽ ഇടപെടാൻ വേണ്ടി ആരും വരാൻ നിൽക്കേണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് അർജുൻ അനുപമയ്ക്ക് ഒരു സ്പേസ് പോലും കൊടുക്കാതെ അർജുൻ അങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ അനുപമ ചിന്തിക്കും, അങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പതുക്കെ നൈസായിട്ട് നമ്മൾ ഇന്നലെ പുറമേ കണ്ട പോലെ അനുപമ പറയും, മനം പോലെ മംഗല്യം എന്ന് പറയും. അപ്പോൾ അതിന് ശരിക്കും അർജുൻ ഷോക്കഡായി പോകും. അനുപമ ഇതിങ്ങനെ എങ്ങനെ അറിഞ്ഞു എന്ന് ചിന്തിച്ചാൽ അർജുൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അനുപമ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കാര്യമുണ്ട്, എല്ലാം സത്യം തന്നെയാണ്, അതാണല്ലോ അർജുൻ ഇവിടെ നിന്നിട്ടുള്ളത്. അങ്ങനെ അടുത്തേക്ക് വരും. അങ്ങനെ അനുപമ അർജുനോട് പറയണം, ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, നീയും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു അല്ലേ? ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച്, ആ സമൂഹ വിവാഹത്തിൻ്റെ മണ്ഡപത്തിൽ വെച്ച് നീയും അഞ്ജലിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു അല്ലേ എന്ന് പറയും. അർജുൻ ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കഡായി നിൽക്കും. പക്ഷേ പിടികൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഈ ഒരു സമയത്ത്. അർജുനാണെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചില്ല, എന്തൊക്കെ നാടകമാണ് ചേച്ചി പറയുന്നത്, ഇത് എന്താ പറയുന്നത്, നടക്കാത്ത കാര്യങ്ങൾ, സ്വപ്നങ്ങളാണോ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ അർജുൻ പറയുമ്പോൾ അനുപമ പറയും, സ്വപ്നങ്ങളും കഥകളൊന്നും അല്ല, എൻ്റെ കയ്യിൽ നല്ല തെളിവുകളുണ്ട്. അർജുൻ പറയും, മുമ്പുള്ള തെളിവുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ എന്നോട് അതിനെപ്പറ്റി പറയുമൊന്നും വേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ നൈസായിട്ട് ഒഴിഞ്ഞു മാറി നമ്മുടെ അർജുനകത്തേക്ക് പോകും കേട്ടോ. ഈ ഒരു സമയത്ത് വേറൊരു ഇഷ്യൂ കൂടെ അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ആ മാഗസീനകത്താവുള്ളത് നമ്മുടെ അർജുൻ അഞ്ജലി വിവാഹ ഫോട്ടോസുള്ള ആ മാഗസീനകത്തുണ്ട്. അത് മുകുന്ദൻ്റെ ഭാര്യ എടുത്ത് നോക്കുന്നൊരു സീൻ നമുക്ക് കാണാം. ആ ഒരു പേജിലൊക്കെ എത്തുന്ന മുമ്പ് അനുപമ അവിടെ എത്തുന്നുണ്ട്. ആ സമയത്ത് ഞെട്ടിപ്പോകും അനുപമ. അതെങ്ങാനും അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടക്കാൻ പോവുക? അനുപമ ഉൾപ്പെടെ വീടിന് പുറത്ത് പോകേണ്ടി വരും. അങ്ങനെ അനുപമ ഓടി വന്ന് ആ മാഗസീൻ വാങ്ങിച്ചിട്ട് പറയും, ചേച്ചി എനിക്കിപ്പോൾ തന്നെ ഞാൻ തരാം, എനിക്കൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം നോക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ആ മാഗസീൻ മേടിച്ചിട്ട് പോകുന്നൊരു സീൻ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗം നമ്മളെ കുറച്ച് നല്ല രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ അഞ്ജലിക്കുട്ടി കിടന്ന് ഉറങ്ങിയാണ്. രാവിലെ കുറച്ച് മടിയായിട്ട് ഇങ്ങനെ നമ്മുടെ അഞ്ജലി കിടക്കുകയാണ്. ആര്യ ഇതിനിടയിൽ എഴുന്നേക്ക് അഞ്ജലി, ഒരുപാട് സമയമായി, എഴുന്നേക്ക്, ഫുഡ് കഴിക്കണ്ടേ, നീ ഒന്ന് കുളിച്ച് പല്ലൊക്കെ തേച്ച് റെഡിയാകുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മുടെ ആര്യ അഞ്ജലിയുടെ പറയുന്നുണ്ട്. പക്ഷേ അഞ്ജലി ഇങ്ങനെ നല്ല സുഖിച്ച് കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ. കാരണം ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങാനായിട്ട് നമ്മുടെ അഞ്ജലിക്ക് പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പത്മ മരിച്ചുപോയ കാര്യങ്ങളും അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ പത്മ മരിച്ചിട്ടില്ല എന്നൊരു സംഭവം അറിഞ്ഞപ്പോഴാണ് ചെറിയൊരു ആശ്വാസം, ചെറുതായിട്ടൊന്ന് മനസ്സമാധാനത്തോട് കൂട്ടിയിട്ട് നമ്മുടെ അഞ്ജലിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നത്. എന്നാണെങ്കിലും ഇങ്ങനെ അഞ്ജലി കിടന്ന് പറയുന്നൊരു സീൻ നമുക്ക് കാണാം. ഉറങ്ങാനായിട്ട് കുറച്ചുകൂടെ നേരം കഴിയട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് അഞ്ജലി കിടക്കുകയാണ്. അങ്ങനെ ആര്യ പുറത്തേക്ക് പോകും. ആര്യ ഒരു ബുക്കൊക്കെ ചോദിച്ചാണ് കേട്ടോ വന്നത്. അപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. അങ്ങനെ ആര്യ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ശ്യാമളാമ്മയും വരുന്നുണ്ട്. ശ്യാമളാമ്മ അഞ്ജലി എഴുന്നേറ്റെന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയും, എഴുന്നേറ്റിട്ടില്ല, ഇപ്പോഴൊന്നും എഴുന്നേക്കുമെന്നും തോന്നുന്നില്ല, അമ്മ കുറച്ച് വെള്ളം കോരി അഞ്ജലിയുടെ മുഖത്തൊഴിക്കുക, അല്ലാതെ വഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോൾ ശ്യാമളാമ്മ അടുത്ത് ചെന്നിട്ട് നമ്മുടെ അഞ്ജലി കുറേ വിളിക്കുക. അപ്പോഴൊന്നും അഞ്ജലി എഴുന്നേക്കാതെ മടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അവസാനം നിർബന്ധിച്ച് പതുക്കെ പാതി കണ്ണോടുകൂടി നമ്മുടെ അഞ്ജലി എഴുന്നേക്കും. ആ ഒരു സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജലിയുടെ ആ താലി മാല പുറത്ത് വളരെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു താലി അപ്പോഴും നമ്മുടെ ശ്യാമളാമ്മ കാണുന്നില്ല. അപ്പുറത്തേക്ക് ഇങ്ങനെ തിരിയുന്ന ആ ഒരു സമയത്ത് ശ്യാമളാമ്മ ഈ താലിമാല കാണും കേട്ടോ. പിന്നെ എൻ്റെ പൊന്നെ, പിന്നെ എന്താ പറയാനാ, പിന്നെ ആകെ സീനായി. ശ്യാമളാമ്മ ഇത് കണ്ടിട്ട് എടി ഈ താലി ആരടി നിൻ്റെ കഴുതി കെട്ടിയത്, ഏതവനാടി കെട്ടിയത്,
ഇങ്ങനെയൊക്കെ പറഞ്ഞ് എടി നീ മൂദേവി എന്നല്ല എടി ഒരുമ്പെട്ടോളെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ സീനായി. അവിടെ ഇരിക്കുന്ന കൊതുക് ബാറ്റിൻ്റെ ഒക്കെ എടുത്ത് നമ്മുടെ അഞ്ജലി കൂടി ഒരുപാട് തല്ലും, ആകെ സീനാവും, കരച്ചിലും ബഹളവും. അഞ്ജലി ഒരുപാട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, അമ്മേ എനിക്കൊന്ന് പറയാൻ അവസരം തരൂ അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ നീ ഒന്നും പറയണ്ടടി, ഞങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നീ തകർത്ത് കളഞ്ഞടി, അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ സീനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ അമ്മയുടെയും കരച്ചിലെല്ലാം കേട്ട് ആര്യ അകത്തേക്ക് വരുന്നുണ്ട്. ആര്യയ്ക്ക് ആര്യം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ആര്യ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഒന്നും പറയുന്നില്ല, ആകെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ അച്ഛനും കയറി വരികയാണ്, ശിവരാമൻ ചേട്ടൻ ആകെ പ്രശ്നമാകാനായിട്ട് പോവുകയാണ്. അങ്ങനെ ശിവരാമൻ ചേട്ടൻ അകത്തേക്ക് കയറി വരും, എന്താ ഇവിടെ നടക്കുന്നത്, എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ശ്യാമളാമ്മ ശിവരാമനോട് പറയാണ്, ഈ ഒരുമ്പെട്ടവൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർത്തു ശിവരാമേട്ട, അവൾ വേറെ ഏതോ ഒരുതിന് അനുപമ ചെയ്ത പോലെ നമ്മളറിയാതെ പോയി വിവാഹം കഴിച്ചു ചേട്ടാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നെഞ്ച് തകർന്നിട്ട് നമ്മുടെ ശിവരാമൻ നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്ന് വന്നിട്ടുള്ളത്. രാത്രിയിലെ പ്രൊമോയുടെ വീഡിയോ ആയിട്ടൊക്കെ വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ, ബൈ ബൈ.